അടുത്ത ഇത് മൂന്നാമത്തെ സ്ഥലം. ഇതിനിടയ്ക്ക് വെച്ച് നമ്മൾ ധനുഷ്കോടി ബീച്ച് കണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുത്ത് ഞാൻ അപ്പോഴും എടുക്കാനും പറ്റിയില്ല ഒരുപാടൊന്നും. അടുത്ത് നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ വീടാണ്. ഇപ്പോൾ വീടൊന്നും അല്ല, പണ്ട് വീട് നിന്ന സ്ഥലം. ഇപ്പോൾ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് പോലൊരു സംഭവമാണ്. ഇപ്പോൾ അത് വീടല്ല കേട്ടോ, എങ്കിലും കാണാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ്. ഒക്കെ ഫ്രീയാണ്, പക്ഷേ ഇതിനകത്തോട്ട് കയറി ഒരു സാധനം വാങ്ങിക്കാൻ പറ്റില്ല, ഭയങ്കര പൈസ കേട്ടോ. ഇവിടെ ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യം വരും. അന്ന് നമ്മളൊന്ന് വാങ്ങിച്ചത് നമ്മൾ ഇന്നും ഒന്നും വാങ്ങിക്കുന്നില്ല. നമുക്കെപ്പോഴും വളരയ്ക്ക് പോയിട്ട് വാങ്ങിക്കാണ് നമുക്ക് ലാഭം. നമുക്കിത് ഭയങ്കര പൈസയാണ്, പക്ഷേ ഇത് സ്ഥിരം കയറുന്ന ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് വലിയ പൈസയായിട്ട് തോന്നില്ല കേട്ടോ. നല്ല റേറ്റാണ് ഇവിടുത്തെ സാധനം. നമ്മൾ 5-നും 10-നും വാങ്ങിക്കുന്ന സാധനം അവിടെ ഇല്ല, 50-100 രൂപ. അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ. പണ്ടത്തെ വീടിൻ്റെ സ്ഥലത്തിനായി ഇതിനകത്ത് എല്ലാം കിട്ടും കേട്ടോ. എനിക്കൊന്ന് പലചരക്ക് സാധനം വിളിച്ച് ബാക്കി എല്ലാം കിട്ടും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന കളിപ്പട്ടങ്ങളും പാത്രങ്ങളും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ആ വീടിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അങ്ങനെ, മറ്റൊരു ഭാഗവും അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഒരുപാട് അബ്ദുൽ കലാം സാറിൻ്റെ വീടിൻ്റെ അത് ഒരുപാട് ഓർമ്മകൾ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പഴയ യൂണിഫോമും അദ്ദേഹം വായിച്ച ബുക്കുകൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഭാഗം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അവിടെ ഫോൺ കൊണ്ട് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഒരു ഭാഗം മൊത്തം, ഒരു ഭാഗം നല്ല വീണ്ടും ഭാഗം അങ്ങനെ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലം തന്നെ. കുറച്ച് സാധനങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ സൂക്ഷിച്ചിട്ടുള്ളത് കേട്ടോ.